എങ്ങനെയെങ്കിലുമൊക്കെ ഈ നമുക്ക് ഉന്തിത്തള്ളി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നാണെങ്കിൽ എൻ്റെ ഒരു സംശയം, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഫൈറ്റ് നടത്തുന്നത്? അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ. അപ്പൊ എന്നെപ്പോലെയുള്ള സാധാരണക്കാര് മനസ്സിലാക്കുന്നത് സത്യവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ഒരു വലിയ കാറ്റ് അടിക്കുന്ന, പിശറൻ കാറ്റ് അടിക്കുന്ന, ചാറ്റമഴയോടുകൂടെ കാറ്റിങ്ങനെ അടിക്കുകയാണ്. ഈ കാറ്റിലെ ഒരു കൊച്ചുകുട്ടി ഒരു തിരി കത്തിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ കാറ്റ് തിരിയെ കെടുത്തുവാൻ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന ഈറൻ തുള്ളികളും അത് തന്നെ ചെയ്യുന്നുണ്ട്. പ്രതികൂലമാണ്. പക്ഷെ ഈ തിരി കെട്ടുപോകാതെ, ഈ കാറ്റിൽ കെട്ടുപോകാതിരിക്കാൻ, അത് അണഞ്ഞു പോകാതിരിക്കാൻ അതിനെ പൊത്തിപ്പിടിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഈ പിശറിൽ നിന്നും കാറ്റിൽ നിന്നും അതിനെ സംരക്ഷിച്ച് ഈ തിരി ഇങ്ങനെ അണയാതെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അങ്ങനെ മലങ്കരയിൽ ആരോ സത്യവിശ്വാസത്തിന്റെ ദീപം കെടാതെ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ ഫൈറ്റ് ഒക്കെ നടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ച, എന്നെ പോലെയുള്ള ആളുകളും ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മാനസികവും ധാർമ്മികവുമായ പിന്തുണ അഹമഹമികയ ഈ യാക്കോബായ പക്ഷത്തിന് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നത് സത്യവിശ്വാസത്തെ മലങ്കരയിൽ അതിൻ്റെ ആ സത്യവിശ്വാസത്തിന്റെ എല്ലാ പരിശുദ്ധിയോടും കൂടെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകളാണ് യാക്കോബായ സഭയിൽപ്പെട്ടതെന്നും അവരുടെ പിതാക്കന്മാരുടെ, അവരുടെ സഹദേന്മാരുടെ, അവരുടെ മൗദ്യാനന്മാരുടെ, അവരുടെ അപ്പോസ്തലന്മാരുടെ, അവരുടെ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ, ഏവൻഗേലിസ്തന്മാരുടെ, അവരുടെ ഒക്കെ ജീവനും ജീവിതവും കൊണ്ട് തലമുറകളിലേക്ക് പകർന്നു നൽകിയ വിശ്വാസത്തെ കെടാതെ സൂക്ഷിക്കും ഇവരെന്നാണ് ചിന്തിച്ചത്. അപ്പൊ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഇവർക്ക് പിന്തുണ കൊടുക്കണം. അല്ലാതെ പറങ്കി വേദത്തിന്റെയും പെന്തക്കോസ്ത് ഇളക്കപ്പെരുക്കത്തിന്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സ്വാധീനങ്ങളിൽപ്പെട്ട് സുറിയാനി പിതാക്കന്മാർ ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച സത്യവിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന അധമവും ഹീനവും നിന്ദ്യവും നികൃഷ്ടവുമായ പ്രവൃത്തി ചെയ്യുന്ന ഇവരെന്ത് സത്യവിശ്വാസമാണ് സംരക്ഷിക്കാൻ പോകുന്നത്? അപ്പൊ ഇവര് ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവര് വെക്കുന്ന ക്ലെയിമുകൾക്കൊന്നും എന്തില്ല, ഒരു സത്യസന്ധത കാണുന്നില്ല. കാരണം ഇവര് സത്യവിശ്വാസത്തിന് വേണ്ടി ദുഷ്ടവിശ്വാസങ്ങൾക്കെതിരായിട്ട്, ദുസ്തർക്കങ്ങൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന, ഇപ്പൊ നമുക്കറിയാം ഓർത്തഡോക്സോ വിശ്വാസം നിസീമമായി പാലിച്ചോരാം ഇഗ്നാത്തിയോസ് അഗ്നിമയൻ. ഇഗ്നാത്തിയോസ് അഗ്നിമയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്കെടുത്തവനായ ഇഗ്നാത്തിയോസും അന്തിമോസും ഈവാനിയോസും ബെസേലിയോസും കൂറിലോസും ദീവന്നാസിയോസും ദിയസ്കോറോസും പീലക്സിയോസും എന്ന് പറഞ്ഞ് സകല പിതാക്കന്മാരും ഈ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ എത്രമാത്രം ത്യാഗം സഹിച്ചു. 20 വർഷം പ്രവാസ ജീവിതം നടത്തി സ്വന്തം നാട്ടിൽ പോകാനും സ്വന്തക്കാരെ കാണാനും സ്വന്തം ജനങ്ങളോട് കൂടെ സഹവസിക്കാനും ഒന്നും സേവറിയോസ് പാത്രിർക്കീസിന് ആശയില്ലാഞ്ഞിട്ടാണോ? സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിർക്കീസ് മാർ സേവേറിയോസ് എന്ന് നീ അടുത്ത പ്രാവശ്യം തുപ്തം വായിക്കുമ്പം ആ ആത്മമണ്ഡലത്തിൽ നിന്ന് സേവേറിയോസ് നിന്നെ നോക്കി പറയും, പോടാ. കാരണം ഞാൻ ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് സംരക്ഷിച്ച സത്യവിശ്വാസത്തെ നീ എന്ത് ചെയ്തിരിക്കുകയാണ്? കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഏതൊരു വേദവിപരീതികളാൽ താൻ പീഡിപ്പിക്കപ്പെട്ടോ ആ വേദവിപരീതത്തിന്റെ ഇളമുറ വക്താവിനെ വിളിച്ച് ഇവിടുത്തെ പുതുനാമ്പുകളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരെ പരിശീലിപ്പിക്കുവാനാക്കി തീർക്കുന്നതിലൂടെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ബാവ സേവേറിയോസിന്റെ ലെഗസി എന്ത് ചെയ്തിരിക്കുകയാണ്? മലമൂത്ര വിസർജനം ചെയ്ത് മലിനപ്പെടുത്തിയിരിക്കുകയാണ്. അത്ര എനിക്ക് പറയാൻ്റെ. കാരണം അതിനേക്കാൾ ഒരു വാക്ക് എന്താ പറയുന്നത്? എന്നിട്ട് അതിന് കമന്റ് ഇട്ട ആളുകളോട് ഈ മെത്രാച്ചന്റെ വക ഒരു മറുപടി, ഗ്രോ അപ്പ്. എങ്ങോട്ടാ ഗ്രോ ചെയ്യണ്ടേ? കൈൻഡ്ലി എഡ്യൂക്കേറ്റ് us. ഹിസ് ഗ്രേസ് കുറിലോസ്
ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യൂ. എങ്ങോട്ടാ ഗ്രോ ചെയ്യേണ്ടത്? ഗ്രോ അപ്പ്. അപ്പൊ ശുദ്ധ തോന്നിവാസം കാണിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ അപഹസിക്കുന്ന വിധത്തിൽ കമന്റ് ഇടുകയാണ്. ഞാനൊരു ഒബ്സർവർ എന്ന നിലയ്ക്ക് ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചത് സത്യവിശ്വാസം സംരക്ഷിക്കാനുള്ള പരിശ്രമവും വ്യഗ്രതയുമായി